അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മലേഷ്യയിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മലേഷ്യയിലെ ജെൻറ്റിങ് ഹൈലാൻഡ്സ് ആണ്. അത് കേബിൾ കാറിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. നമുക്കല്ലാതെ വണ്ടിയിൽ വേണമെങ്കിലും പോവാം. നമ്മൾ കേബിൾ കാറിലെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിൽ നിന്ന് ഞാനൊരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാബ് വന്നിട്ട് നമുക്ക് കേബിൾ കാറിൻ്റെ എൻട്രി പോയിന്റിലേക്ക് പോകാം. കോലാലംപൂർ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമുണ്ട് കേബിൾ കാറിൻ്റെ എൻട്രി പോയിന്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കേബിൾ കാറിൻ്റെ അടുത്ത് ചെന്നിട്ട് നോക്കാം. അപ്പം നമ്മൾ വന്നിട്ട് കേബിൾ കാറിൻ്റെ എൻട്രി പോയിൻ്റ്, അതായത് അവാന സ്കൈ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, അവാന. അപ്പോൾ നമുക്ക് ടോട്ടലി കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ അവാന സ്റ്റേഷൻ വേണം നമ്മൾ സെർച്ച് ചെയ്തിട്ട് വരാനായിട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കേബിൾ കാറിൻ്റെ എൻട്രി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും ഇവിടെ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. QR അതേപോലെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അകത്ത് കേബിൾ കാറിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇത് എവിടെ കാണുന്നില്ലേ, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ കയറി പോകുന്നത്. ഓക്കെ, ജെൻറ്റിങ് ഹൈലാൻഡ് അങ്ങ് താഴെ കാണുന്നില്ലേ, അതെല്ലാം മഞ്ഞാണ് കേട്ടോ. അത് ഇങ്ങനെ കയറി വരും. നമ്മൾ ഒരുപാട് കേബിൾ കാറിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഔട്ട് സൈഡ്. ഇപ്പോൾ 12 മണിയാണ് ടൈം. നമ്മൾ അവിടുന്ന് കയറിയപ്പോഴത്തേക്ക് അവർ നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. 100 ആറമാണ്, ഏകദേശം 2000 രൂപ വരും. നമ്മളത് വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കണ്ടത്. ഇതേപോലെ ഇരിക്കും കണ്ടോ. ഇവിടെ അപ്പോൾ അടിപൊളി പ്ലേസാണ്. നമുക്കിവിടെ കുറേ ആക്ടിവിറ്റീസ്, നമ്മൾ ആ മുകളിൽ ഇരുന്നപ്പോൾ കണ്ട ആ ഒരു സംഭവങ്ങളിനകത്തൊക്കെ എല്ലാം നമുക്ക് കയറാൻ പറ്റും. നമ്മൾ അതിൻ്റെ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ടിക്കറ്റ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഇവിടെ വരുന്നവർക്ക് ക്യാസിനോയിൽ അടിച്ച് പൊളിക്കാം കേട്ടോ. ക്യാസിനോയിൽ കളിച്ച് നമുക്ക് ക്യാഷ് എടുക്കുകയും ചെയ്യാം, കാശ് പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്.
നമ്മൾ ജെൻറ്റിങ് ഹൈലാൻഡ് മൊത്തം നടന്ന് അവസാനം ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അൺലിമിറ്റഡ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഏത് രാജ്യത്തിലെ ഫുഡ് വേണമെങ്കിലും കിട്ടും. നമ്മളിപ്പോൾ കയറിയത് ജാപ്പനീസ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമുക്കിത് ടേബിൾ നമ്പർ 18 തന്നിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് പേരെന്ന് പറഞ്ഞുകൂടാ. നമ്മൾ അവിടെ കണ്ട ഐറ്റം വെച്ചിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തതാണ്. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. എന്തായാലും കഴിച്ചു നോക്കാം. റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ചു പോകാം. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടു. നമ്മൾ വന്നിട്ടേ ഈ കേബിൾ കാറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ക്ലൂക്ക് വഴിയാണ് എടുത്തത് കേട്ടോ. ക്ലൂക്കിൽ ഇതേപോലെ നമുക്കൊരു സ്കാനർ കിട്ടും, QR കോഡ് കിട്ടും. അത് വളരെ ചീപ്പായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ കേബിൾ കാറിൽ. ഇതേ വേറെ ആരും കയറിയില്ല. തിരക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴെ ചെന്നിട്ട് ഗ്രാബ് വിളിച്ച് നേരെ താഴേക്ക് പോകാം. ഇതിൽ ഒരു സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ചിൻസിൻ ടെമ്പിൾ, അങ്ങനെ ഒരു ടെമ്പിളുണ്ട്. നമുക്ക് അവിടെയും കൂടെയൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മലേഷ്യയിൽ വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഈ ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ഏരിയ. ഒരു അപ്പ് ഹിൽ സ്റ്റേഷനാണ്. നമ്മൾ കോലാലംപൂർ സിറ്റി സെൻറ്ററിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രാബ് വഴി വരാൻ പറ്റും. നമുക്ക് ഈ കേബിൾ കാറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരുമിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 20% അടുത്ത് റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തില്ല എന്ന് കൂടി നമുക്ക് ഇവിടെ വന്നിട്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് നേരിട്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കും നമുക്ക് കുറച്ച് ബെറ്റർ. കാരണം ക്യൂ ഉണ്ടാകത്തില്ല. ഇവിടെ നമുക്ക് നല്ല ഹൈ സീസണിലാണെങ്കിൽ ടിക്കറ്റ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. മലേഷ്യയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ പെറ്റലിംഗ് സ്ട്രീറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ചൈനീസ് മാർക്കറ്റാണ്. ചൈന മെയ്ഡ് കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടും. എല്ലാ സാധനവും ഫേക്ക് സാധനങ്ങളാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. അവർ വലിയ വിലയൊക്കെ പറയും. നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാൻ പറ്റും. ഭയങ്കരമായൊരു സ്ട്രീറ്റാണ്. പെറ്റലിംഗ് സ്ട്രീറ്റ് മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ മലേഷ്യയിൽ വരുമ്പം മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം.